Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wa sallallahu wa sallama ala khairi khalqihi wa rasuli Muhammadin wa alihi wa sahbihi ajma'in. Amma ba'd. നമ്മുടെ പുതിയ വിഷയത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ചോദ്യം ആറാമത്തെ ചോദ്യമാണ്. സിഹിർ മഹാപാപമാണെന്നിരിക്കെ അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഭിന്നാഭിപ്രായങ്ങളെ എങ്ങനെ സമന്വയിപ്പിക്കാം? പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ആ ചോദ്യങ്ങൾ സമന്വയിപ്പിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിന് ചില ഉത്തരങ്ങളുണ്ട്, അതാണ് ആദ്യം പറയുന്നത്. ചോദ്യത്തിന് ചില ഉത്തരങ്ങളുണ്ട്. അതെന്താ? ഒന്ന്, സിഹിർ മഹാപാപമാണ്. സിഹിർ മഹാപാപമാണെന്ന് പറഞ്ഞാൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾപ്പെട്ടതാണ്. വളരെ ആത്മാർത്ഥമായ പശ്ചാത്തലം കൊണ്ടല്ലാതെ മഹാപാപങ്ങൾ അല്ലാഹു പൊറുക്കില്ല. അതിന്റെ പ്രത്യേകത എന്താ? ആ വിഷയത്തിൽ മുസ്ലിം ലോകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. സിഹിർ മഹാപാപമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, സിഹിറിന്റെ വിഷയത്തിൽ അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ പണ്ട് മുതൽക്ക് ഇന്നുവരെയുമുണ്ട്. അങ്ങനെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്ന വിഷയത്തിലും മുസ്ലിം ലോകം ഐക്യത്തിലാണ്. മനസ്സിലായോ? രണ്ടഭിപ്രായങ്ങൾ ഉണ്ട്, പണ്ടുമുണ്ട്, ഇന്നുമുണ്ട് എന്നതിലും മുസ്ലിം ലോകം ഏകാഭിപ്രായക്കാരാണ്, ഐക്യത്തിലാണ്. അപ്പോ പിന്നെ ചെയ്യാവുന്ന പണി എന്താ? ഈ ഭിന്നാഭിപ്രായങ്ങളെ സമന്വയിപ്പിക്കുവാൻ സാധിക്കുമോ? ഇത് രണ്ടിനെ ഒന്നാക്കുകയോ അല്ലെങ്കിൽ രണ്ടും നിലനിർത്തിക്കൊണ്ടൊരു സമീപന രീതി സ്വീകരിക്കുകയോ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്നത്, ഇവിടെ എല്ലാ ക്ലാസ്സിലെയും പോലെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളിൽ ആർക്കെങ്കിലും മനസ്സിലായ കാര്യം എനിക്ക് പറയാൻ കഴിയില്ല. അത് ഞാൻ ആമുഖമായി പറയുകയാണ്. മർഹൂം ഉമർ മൗലവി പറയാറുണ്ട്, എനിക്ക് എന്റെ ബുദ്ധി കൊണ്ടേ ചിന്തിക്കാൻ പറ്റുള്ളൂ, ആരാന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അത്ര തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകള്, ഹദീസുകള്, ചരിത്ര വസ്തുതകള് ഒക്കെ പരിശോധിച്ചാൽ ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള, ചിന്തയുള്ള മനുഷ്യന്മാർക്ക് സ്വാഭാവികമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ നമ്മൾ നിരാകരിക്കേണ്ടതില്ല. പക്ഷേ എന്ന് കരുതി മറ്റൊരാൾ കണ്ടെത്തിയ എത്തി നിൽക്കുന്നിടത്തേക്ക് നമ്മൾ നിർബന്ധമായി എത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടും അബദ്ധമാണ്. ചിലപ്പോൾ നമ്മൾ പറയും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇന്ന അഭിപ്രായത്തിലാണ് എന്നതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടെ മനസ്സിലാക്കണം. ഏത് വിഷയമാണെങ്കിലും, ഇത് ഉണ്ടെന്നാണെങ്കിലും ഇല്ലെന്നാണെങ്കിലും സ്വീകരിക്കാൻ അതൊരു മാനദണ്ഡമാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുത്തലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോ എടുത്തു പറഞ്ഞിരുന്നു, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും മുത്തലാഖ് അംഗീകരിച്ചവരാണ്. എന്നിട്ടോ നമ്മൾ അംഗീകരിച്ചോ? ഒറ്റ ഇരിപ്പിൽ നിന്ന് 3 തലാഖും ചൊല്ലുക എന്ന സംഗതിയെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നേരെ വിരുദ്ധമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അങ്ങനെ അഭിപ്രായം വന്നു? അത് അവരുടെ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ. എന്ന പോലെ തന്നെ സിഹിർ സംബന്ധമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നതിനാൽ അത് നമ്മൾ അതുപോലെ സ്വീകരിക്കേണ്ടതാവുന്നു എന്ന് പറയുന്നതിന് യാതൊരു പ്രാമാണികതയും ഇല്ല. ഒരു പ്രാമാണികതയില്ല. അത് വേഗം മനസ്സിലാവും. ഈ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാരോ, സ്വഹാബത്തിന് ശേഷം വന്നിരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പൊതുവിലെ പറയാറുണ്ട്. സ്വഹാബികളായി ചേർത്ത് പറയാറില്ല. എന്നാൽ സ്വഹാബികൾ പറയുന്ന അഭിപ്രായങ്ങളും വാക്കുകളും വരെ നമ്മൾ സ്വീകരിക്കുന്ന ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താ ലിമിറ്റ്? മുഴുവൻ സ്വഹാബികളും ഒരു വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണെങ്കിൽ അതിന് ഇജ്മാ സ്വഹാബ എന്ന് പറയും. അത് സ്വീകരിക്കുന്ന നിർബന്ധമാണ്. അത് പ്രമാണമാണ്. ഇജ്മാ പ്രമാണമാണ്. ഇജ്മാ സ്വഹാബയാണെങ്കിൽ പ്രത്യേകം പ്രമാണമാണ്. എന്നാൽ ഒരു സ്വഹാബിയോ ഏതാനും സ്വഹാബികളോ അതുപോലെ പ്രമുഖരായിരിക്കുന്ന ഖലീഫമാർ തന്നെയാണെങ്കിലും അവർ മാത്രം 1, 2, 8, 10 സ്വഹാബികൾ
ഒരു വിഷയത്തിൽ ഏകാഭിപ്രായക്കാരായി എന്നതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കേണ്ടതായ ഒരു ബാധ്യതയും മുസ്ലിം സമൂഹത്തിനില്ല. എന്തുകൊണ്ട്? അതിന് പൂർവ്വകാല പണ്ഡിതന്മാർ തന്നെ ന്യായം പറഞ്ഞത്. അവർക്കാർക്കും വഹയില്ല, അവർ പാപമുക്തരല്ല, സ്വാഭാവികമായ പോരായ്മകളും അബദ്ധങ്ങളും അവർക്കും സംഭവിക്കും. ഇത്രയും ആമുഖം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. അത് വെച്ചെങ്കിൽ തന്നെ നമുക്ക് അതിലൂടെ സുഗമമായി കടന്നു പോകാൻ പറ്റുള്ളത് കൊണ്ടാണ്. ഇതിൽ നമുക്ക് ആദ്യം ഒരു ഹദീസ് ശ്രദ്ധിക്കാം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال റസൂൽ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണിത്. ഇജ്തനിബു അസ്സബ്അൽ മുബിഖാത്ത്. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെടിയുക. ഇജ്തനബ വെടിഞ്ഞു. ഇജ്തനിബു നിങ്ങൾ വെടിയുക അസ്സബ്അൽ മുബിഖാത്ത്, നാശകാരികളായിരിക്കുന്ന 7. മൂബിഖ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ കൂടി നശിപ്പിക്കുന്ന ഒന്നിനാണ് പറയാം. മനസ്സിലായല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകളെ കൂടി തകർത്തു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന വിഷയങ്ങളാണ് ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് സബുൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞത്. നമ്മളതിനെ മലയാളത്തിൽ ആശയാവിഷ്കാരം നടത്തിയതാണ് മഹാപാപങ്ങൾ. അതിന്റെ അർത്ഥമല്ലത് ആശയാവിഷ്കാരം മാത്രമാണ് മഹാപാപങ്ങൾ. അപ്പൊ ഇജ്തനിബു അസ്സബ്അൽ മുബിഖാത്ത്, 7 നാശകാരികളെ അഥവാ മഹാപാപങ്ങളെ നിങ്ങൾ വെടിയുക. ഇജ്തനിബു. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ഹുന്ന, ഏതാണത്, അവ ഏതെല്ലാമാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, 1 അള്ളാഹുവിൽ പങ്കുചേർക്കൽ. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഷിർക്ക് എന്ന പാപം അല്ലാഹു പൊറുക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ള നന്മകളെ കൂടി ഷിർക്ക് പൊളിച്ചു കളയും. അതുകൊണ്ട് അയാൾക്ക് സ്വർഗം നിഷിദ്ധമായിരിക്കും, ശാശ്വതമായി നരകത്തിലായിരിക്കും. അതാണ് ഷിർക്കിന്റെ പ്രത്യേകത. 1 അത് പൊറുക്കില്ല, 2 അത് നന്മകളെ കംപ്ലീറ്റ് തകർത്തു കളയും, 3 അതിനാൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാകും, 4 അതിനാൽ അവർക്ക് നരകം ശാശ്വതമായിരിക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഷിർക്ക്, അശ്ശിർക്കു ബില്ലാഹ്. അതാണ് ഒന്നാമത്തെ പാപം. രണ്ടാമത്തത് അസ്സിഹിർ, രണ്ടാമത്തത് സിഹിർ. സിഹിർ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മന്ത്രവാദം, മാരണം, മാട്ട്, കൺകെട്ട്, വശീകരണം, പിന്നെ അതുപോലെ മയക്കല്, ഇല്ലാത്തതിനെ ഉള്ളതായി കാണിക്കല്, തന്ത്രപ്രയോഗം, കുഴപ്പം, പിശാചിന്റെ സേവ, വശീകരിക്കാൻ പറ്റുന്ന സാഹിത്യം, ഇതൊക്കെ സിഹിറിന്റെ അർത്ഥങ്ങളാണ്. ഇനി ഇതിനോട് സമാനമായ ചില അർത്ഥങ്ങളുടെ പദം. ഇപ്പോ സഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. സഹർ എന്താണ്? ശ്വാസകോശം. അക്ഷരങ്ങൾ മാറുന്നില്ല, അതിന്റെ ഹർക്കത്തിൽ മാത്രമേ മാറ്റുള്ളൂ. സഹർ, ശ്വാസകോശം. ഇനി അതിൽ തന്നെ സഹൂർ എന്നാണെങ്കിലോ പദം തന്നെയാണ് സഹൂർ. നമ്മള് നോമ്പിന് കഴിക്കുന്ന സ്പെഷ്യൽ ആഹാരം എന്താണ്? അത്താഴം, അഥവാ പുലർക്കാലത്തിന് മുമ്പുള്ള ആഹാരം. അതാണ് എന്റെ നേരെ അർത്ഥം. നേരം പുലർന്നതിന് മുമ്പുള്ള ആഹാരം, സഹൂർ. അതൊക്കെ അതിന് വന്നതാണ്. അപ്പോ സിഹിർ എന്ന പദത്തിന് ഇത്രയും അർത്ഥങ്ങൾ ഉണ്ടെന്നിരിക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് മൊത്തത്തിൽ 2ആയി തിരിക്കാൻ പറ്റും. മൊത്തത്തിൽ 2ആയിട്ട്. അതിലൊന്ന് മാരണം എന്നർത്ഥത്തിൽ. അതിലാണ് ഈ ആഭിചാരം, കൂടോത്രം, ഇങ്ങനെയുള്ള ഈ സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞ കോടിമുട്ടമുള്ള കളിയൊക്കെ കഴിയുമ്പോഴാണ് മാരണം. രണ്ടാമത്തത് മായാജാലം. അതിലാണ് കൺകെട്ട്, ചെപ്പടി വിദ്യ, പിന്നെ മാജിക് തുടങ്ങിയിരിക്കുന്ന സംഗതികളൊക്കെ അതിലാണ് വരിക, മായാജാലം. ഈ 2 സംഗതിക്കും കോമണായി ഉപയോഗിച്ച പദമാണ് സിഹിർ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഹിർ എന്നത് ഷിർക്കിന്റെ തൊട്ടുപിറകെ
രണ്ടാമത്തെ മഹാപാപമായി പ്രവാചക തിരുമേനി എണ്ണുമ്പോ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മാരണം തന്നെയാണ്. മാജിക് അല്ല എന്നർത്ഥം. മാജിക് അല്ല, മാരണം തന്നെയാണ്. ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. മൂന്നാമത്തത് ഖത്ലുൻ നഫ്സ് അല്ലത്തി ഹറമ അല്ലാഹു, അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക. ഹറമ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കി എന്ന് പറയാം, ഉദ്ദേശം പവിത്രത നൽകി, ഹുർമത്ത്. ഇല്ലാ ബിൽ ഹക്ക്, ന്യായപ്രകാരമല്ലാതെ. എന്താ ന്യായം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്റെ ജീവനും അള്ളാഹു പവിത്രത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരാളെയും കൊല്ലാൻ പാടില്ല. പക്ഷേ അയാൾ മറ്റൊരാളെ കൊന്ന കൊലപാതകയാണെങ്കിൽ നിയമത്തിന്റെ ഭാഗം നിന്നുകൊണ്ട് അയാളെ കൊലപ്പെടുത്താം. അത് നമുക്കല്ല, ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ന്യായപ്രകാരമല്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കൽ മഹാപാപമാണ്. അതോടുകൂടി പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞ പോലെ മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നവനെ പോലെയാണ് ഖുർആൻ പറഞ്ഞത്. ഒരാൾ ന്യായമില്ലാതെ കൊന്നാല് അത്രയും മഹാപാപമാണത്. അവ പൊറുക്കില്ല, പരലോകത്ത് അയാൾക്ക് ഭയങ്കര നാശമായിരിക്കും, എല്ലാ നന്മകളും പൊളിഞ്ഞു പോകും. മൂന്നെണ്ണം പറഞ്ഞല്ലേ. നാലാമത്തേത് അക്കുലു റിബ, പലിശ തിന്നുന്നത്. അക്കുലു റിബ, പലിശ തിന്നൽ. പലിശയെ കുറിച്ച് നമുക്ക് ഒരു ചാപ്റ്റർ നമുക്ക് വേണ്ടി വരും. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, മനസ്സിലായല്ലോ. അത് എന്താണ് ഈ റിബ കൊണ്ട് ഉദ്ദേശം, അനുബന്ധമായി ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഇതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അത് മറ്റൊരു ചാപ്റ്ററിലേക്ക് വിടാം. അക്ലു മാലുൽ യതീം, അനാഥരുടെ സമ്പത്ത് തിന്നുക. വളരെ അപൂർവം ചില ആളുകളെങ്കിലും അത്ര ഗൗരവത്തിൽ കാണാത്ത വിഷയമാണ് ഈ പറഞ്ഞത്. അനാഥരുടെ സമ്പത്ത്, അത് കുടുംബത്തിലാവാം, സമൂഹത്തിലാവാം, ചിലപ്പോ അനാഥരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടൊക്കെ ആവാം. എന്താണെങ്കിലും അവരുടെ സമ്പത്ത് നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അവർക്ക് അവകാശപ്പെട്ടത് ഒരു കാരണവശാലും നമ്മുടെ കാര്യത്തിൽ എത്താതിരിക്കാൻ നോക്കണം. ഭയങ്കര അബദ്ധമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, റസൂൽ പറഞ്ഞത്. പിന്നെ തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവാ, പിന്തിരിഞ്ഞു ഓടാന്ന് പറയാം. യൗമ സഹഫ് എന്ന് പറഞ്ഞാൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം. സഹഫാണ്, ഘോര യുദ്ധം നടക്കുന്നതിനാണ് സഹഫ് എന്ന് പറയാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരമായ യുദ്ധം നടക്കുമ്പോ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാള് തിരിഞ്ഞോടുകയാണെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്ന മഹാപാപമാണ്. അയാളുടെ മറ്റു നന്മകൾ പൊളിഞ്ഞു പോകാൻ മാത്രം കാരണമാകുന്നർത്ഥം. പിന്നെ ഖദ്ഫുൽ മുഹ്സനാത്ത്, ഖദ്ഫ് എന്ന് പറഞ്ഞാൽ ദുരാരോപണം നടത്തുക, ഉദ്ദേശം വ്യഭിചാരോപണമാണ് ഖദ്ഫ്. ഖദ്ഫുൽ മുഹ്സനാത്ത്, മുഹ്സനാത്ത് പതിവ്രതകൾ, അത് വിവാഹിതരായ പതിവ്രതകളെയും പറയും, അതുപോലെ അവിവാഹിതരെയും. അത് പതിവ്രതർ എന്നാണ് അർത്ഥമുള്ള ഉദ്ദേശം. പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വ്യഭിചാരോപണം നടത്തുക. അവരുടെ പ്രത്യേകത അൽ മുഅ്മിനാത്ത്, അവർ വിശ്വാസിനികളാണ്. മൂന്നാമത്തത് അൽ ഗാഫിലാത്ത്, ഇങ്ങനെയുള്ള അധർമ്മങ്ങൾക്ക് അതിൽ ശബ്ദപോലില്ലാത്ത ആൾക്കാരാണ് അവര് അധർമ്മകാരികളല്ല, അധർമ്മത്തിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ പോലും അവരങ്ങനെ അവരുടെ കാര്യത്തിന്റെ ലൈനിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള മുസ്ലിം സ്ത്രീകൾക്കെതിരെ വ്യഭിചാരോപണം നടത്തുക, അതും മഹാപാപമാണ്. അവിടെ സ്ത്രീകളെ പ്രത്യേകം പറയാനുള്ള കാരണം നമുക്ക് മനസ്സിലാവും, മനസ്സിലല്ലേ? കാരണം വ്യഭിചാര ആരോപണത്തിനുള്ള ശിക്ഷ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷ കിട്ടുന്നതിനേക്കാൾ ഉപരി വ്യഭിചാര ആരോപണം കൊണ്ട് ജീവിതത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന ആരായിരിക്കും? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ്. പുരുഷന്മാരുടെ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നാലും ജനങ്ങൾ പൊതുവെ അതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നടന്നു, അത് ഒന്നോ രണ്ടോ അബദ്ധമൊക്കെ ആർക്കൊക്കെ സംഭവിക്കുമല്ലോ എന്ന ഒരു സമീപനമാണ് പൊതുവിൽ സ്വീകരിക്കുക. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലോ അങ്ങനെ ഒരു അബദ്ധം ആണെങ്കിൽ പോലും സംഭവിച്ചു എന്ന് കേട്ടാൽ പിന്നെ അവരെ സ്വീകരിക്കുവാനും അവർ ഉൾക്കൊള്ളുവാനും അവർ അംഗീകരിക്കുവാനും അവർക്ക് അവരുടെ അഭിമാനം സംരക്ഷണം മുന്നോട്ട് പോകുവാനും പലപ്പോഴും സാധ്യമാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരിൽ ആരോപിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗുരുതരമായ വിഷയമായിട്ട് പ്രവാചക തിരുമേനി എടുത്ത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 7 മഹാപാപങ്ങൾ, ഈ 7 മഹാപാപങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ രണ്ടാമത്തെ മഹാപാപമാണ് സിഹിർ.
മൂമിനാത്തല്ലെങ്കിലും നമ്മൾ ഈ ആരോപിക്കാൻ അതിന് പാടില്ല. മഹാപാപങ്ങൾ എന്ന ഗണത്തിൽ വാങ്ങിപ്പെടില്ല എന്ന് പറയാം. കാരണം ഷിർക്കുള്ള ആളുകളിൽ സിന പരസ്പരം ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇളവനുണ്ട്. പക്ഷെ എന്നാൽ ആരോപിക്കാൻ പാടില്ല. അടി കിട്ടും, അത് പ്രത്യേകം പറഞ്ഞല്ലോ, അടി എന്നാലും കിട്ടും. പക്ഷെ മഹാപാപമാണ് എന്നതിലൂടെ പ്രത്യേകം സ്ത്രീകൾക്ക് വരാകുമ്പോൾ. പുരുഷന്മാർക്ക് അതെല്ലാണെങ്കിലും ആരോപിച്ചാൽ മഹാപാപത്തിന് പക്ഷെ എണ്ണിന്ന് വരില്ല. പക്ഷെ 80 അടി കിട്ടും സാക്ഷികളില്ലാതെ പറഞ്ഞാൽ. അത് ആർക്കെതിരെയും കണക്കാണ്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ മഹാപാപങ്ങളുടെ വിശദാംശങ്ങൾ ഇവിടെ പോകുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം സിഹിർ. അത് മഹാപാപങ്ങളിൽ ഷിർക്കിന്റെ തൊട്ടുപിറകെയാണ് അല്ലാഹു റസൂൽ എണ്ണിയത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണെന്ത്? സിഹിർ മഹാപാപമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോ ചെയ്യിക്കാനും പാടില്ല. മനസ്സിലല്ലോ? ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. അതില് മുസ്ലിം ലോകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവിടെ നമുക്ക് നിൽക്കാലോ. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിത്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? അതിന് വല്ല പ്രതിഫലനം ഉണ്ടാകുമോ? അതുകൊണ്ട് വല്ല അപകടവും സംഭവിക്കുമോ? അതാണ് ഇനി തർക്കം. അപ്പൊ ആ തർക്കത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, മർമ്മമുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് മഹാപാപമാണ് എന്ന് അംഗീകരിക്കുന്നത് കൂടെ തന്നെ മനസ്സിലാവും. അതിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത്. ശരി, നമുക്ക് താഴോട്ട് പോവാം. സൂറത്ത് നിസാ 51-52 ആയത്തുകൾ. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ നോക്കിയില്ലേ? അവർ ക്ഷുദ്രവിദ്യകളിലും ദുർമൂർത്തികളിലും വിശ്വസിക്കുന്നു. സത്യനിഷേധികളെപ്പറ്റി അവർ പറയുന്നു, ഇക്കൂട്ടരാണ് വിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവരെന്ന്. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്. അലം തറ, നീ കണ്ടില്ലയോ, നോക്കിയില്ലയോ? ഇലല്ലദീന, ഒരു വിഭാഗത്തിലേക്ക്. ഊതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഊത്തിയ, ഊതു. നസീബ് എന്ന ഒരു ഓഹരി. നസീബ് ഒരു വിഹിതം. മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന്. അപ്പോ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം, ഒരു ഓഹരി ലഭിച്ചിരിക്കുന്ന ആളുകളെ നീ കണ്ടില്ലയോ, നോക്കിയില്ലയോ? എന്താ അവിടെ പ്രത്യേകത? ഒന്ന്, യുമിനൂന, അവർ വിശ്വസിക്കുന്നു. ബിൽ ജിബ്തി, ജിബ്തിൽ. ജിബ്തിന്റെ അർത്ഥം പറയാം. ത്വാഗൂത്തിലും. അവർ ജിബ്തിലും ത്വാഗൂത്തിലും വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം പിന്നീട് പറഞ്ഞതാ. വയഖൂലൂന, അവർ പറയുന്നു, ലില്ലദീന കഫറൂ, സത്യനിഷേധികളോട്. സത്യനിഷേധികളോട് അവർ പറയുന്നു, ഹൗലാഇ, ഇക്കൂട്ടരാണ്, അഥവാ ഈ സത്യനിഷേധികളാണ്, അഹ്ദാ, ഏറ്റവും അധികം സന്മാർഗം പ്രാപിച്ചവർ. ഏറ്റവും വലിയ സന്മാർഗം പ്രാപിച്ചവർ ഇവരാണ് എന്ന് സത്യനിഷേധികളോട് പറയുന്നു. മിനല്ലദീന ആമനു, സത്യവിശ്വാസികളെക്കാൾ. സബീല എന്ന മാർഗം. അപ്പോ സത്യവിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവർ സത്യനിഷേധികളാണ് എന്ന് അവരോട് ഈ വിഭാഗം ആളുകൾ പറയുന്നു. അപ്പോ 3 കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത് വേദഗ്രന്ഥത്തിൽ നിന്ന് അല്പമെങ്കിലും ലഭിച്ചിരിക്കുന്ന വിഭാഗത്തെ കുറിച്ചാണ്. അഥവാ യഹൂദികൾ, പിന്നെ കുറച്ച് നസറാക്കൾ. ഈ 2 വിഭാഗത്തിലെ ആളുകൾ. 2, അവരുടെ പ്രത്യേകതകൾ. 2 പ്രത്യേകതയാണ്. ഒന്ന്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. 2, അവിശ്വാസികളാണ്, വിശ്വാസികളെക്കാൾ
സന്മാർഗം പ്രാപിച്ചവർ എന്നവർ പറയുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ട് കാരണങ്ങൾ, രണ്ട് വിഷയങ്ങൾ. ഇനി നമുക്ക് അർത്ഥം പറയാം. ജിബുത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷുദ്രകൃത്യങ്ങൾക്കും പറയാവുന്ന പേരാണ്. എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽപ്പില്ലാത്ത നിരർത്ഥകമായിരിക്കുന്ന കൃത്യങ്ങൾക്ക് മുഴുവനും പറയുന്ന പേരാണ് ജിബുത്ത്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം പ്രമുഖരായിരിക്കുന്ന സ്വഹാബികളിൽ പലരും പൂർവകാല മുഫസ്സിറുകളും ജിബുത്തി എന്ന പദത്തിന് അറബിയിലേക്ക് അർത്ഥം നൽകിയപ്പോ കൊടുത്ത അർത്ഥം സിഹിർ എന്നാണ്. സിഹിർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിൽ ആ വിഷയത്തിൽ പ്രമുഖൻ. അദ്ദേഹമാണ് അഭിപ്രായം പറഞ്ഞ ഒരാൾ. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ജിബുത്തി എന്ന പദത്തിന്റെ അർത്ഥം സിഹിർ. ഉദ്ദേശം പറഞ്ഞ തന്നെയാണ്. എല്ലാ നിരർത്ഥകമായിരിക്കുന്ന ക്ഷുദ്രകൃത്യങ്ങൾക്കും ഇത് പറയും. അതില് സിഹിർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങൾ മാരണം, ആഭിചാരം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ? യുഅ്മിനൂന ബിൽ ജിബ്തി, അവർ ജിബുത്തിൽ വിശ്വസിക്കുന്നു. ജിബുത്തിൽ വിശ്വസിക്കുന്നു അഥവാ സിഹിറിൽ വിശ്വസിക്കുന്നു. പിന്നെ ത്വാഗൂത്ത്. ത്വാഗൂത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ത്വഗാൻ തന്നെ അതിക്രമിച്ചു, അതിരി കടന്നു, നിയമങ്ങൾ പരിധികൾ ലംഘിക്കുന്ന ത്വഗ എന്ന് പറയാം. അമ്മാമൻ ത്വഗ വആസറൽ ഹയാത്തദ് ദുനിയ പറഞ്ഞാലോ, ത്വഗ അതിരുകൾ ലംഘിച്ചു, അതിര് കടന്നുപോയി. ത്വാഗൂത്ത് എന്നാൽ അതിര് ലംഘനത്തിൽ അങ്ങേയറ്റം നിൽക്കുന്ന ആളുകൾ. അപ്പോ എല്ലാ തരത്തിലുള്ള നീതിനിഷ്ഠകളും അവഗണിച്ചുകൊണ്ട്, എല്ലാ നീതിയും അവഗണിച്ചുകൊണ്ട് ഒരു നാടിനെ ഭരിക്കുന്ന ഭരണാധികാരി വരെ ഈ ത്വാഗൂത്തിൽപ്പെടും. എല്ലാ ഭരണാധികാരികളും ത്വാഗൂത്തല്ല, അങ്ങനെ ത്വാഗൂത്തിൽപ്പെടുന്ന. ഇപ്പൊ ഫിർഔൻ ത്വാഗൂത്താണ്, നമ്രൂദ് ത്വാഗൂത്താണ്. ഇന്നും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചില ത്വാഗൂത്തുകളെ കാണാൻ പറ്റും. ഇപ്പൊ യു പിയിലെ പോകുന്നുണ്ടല്ലോ അല്ലെ, അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. എന്നാൽ ഇതോടൊപ്പം തന്നെ അള്ളാഹുവിന് പുറമെ മനുഷ്യർ ആരാധിക്കുന്ന എല്ലാ ആരാധ്യന്മാരെയും താവൂത്ത് എന്നാണ് പറയാം. അത് ആരാധ്യന്മാർ കുഴപ്പക്കാരായതുകൊണ്ടാവണമെന്നില്ല. ഇതുപോലെ പ്രവാചകന്മാർ ആരാധിക്കുന്നുണ്ടല്ലോ, പ്രവാചകന്മാരാരും കുഴപ്പക്കാരല്ല, പക്ഷെ ഈ ഗണത്തിലെപ്പെടാം, ആ താവൂത്തിനുള്ള ഗണത്തിലെപ്പെടാം. അപ്പൊ നമ്മള് അത് നല്ല മനസ്സിൽ നല്ല ധാരണ വേണം, അല്ലാതെ നമ്മളെ പേര് പറയരുത്. പ്രവാചകന്മാരെ കുറിച്ച് താവൂത്ത് അങ്ങനെ പറയാൻ പറ്റൂല. പക്ഷെ അവരെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധ്യ വസ്തു എന്ന അടിസ്ഥാനത്തിൽ അവരും താവൂത്തിന്റെ പരിധിയിലാവില്ല. അത് പ്രവാചകനാണെങ്കിലും വലിയകളാണെങ്കിലും ഇനി മറ്റു കല്ല് മരം ഇതൊക്കെയാണെങ്കിലും അതൊക്കെ താവൂത്തിന്റെ പരിധിപ്പെടും. അതുകൊണ്ട് ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നവരായിട്ട് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ അയച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും താവൂത്തുകളെ വെടിയണമെന്നും പറയാനാണ്. അവിടെ വെടിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന താവൂത്ത് ദൈവേതര ശക്തികളാണ്, അഥവാ ദൈവേതര ആരാധ്യന്മാരാണ്. ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ താവൂത്ത്. ഇനി വിഷയം എന്താ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്തി. ഇവർ സിഹിറിൽ വിശ്വസിക്കുന്നു, താവൂത്തിലും വിശ്വസിക്കുന്നു. രണ്ടും പരസ്പര പൂരകങ്ങളാണെന്നർത്ഥം. മനസ്സിലായോ? സിഹിറിൽ അവർ വിശ്വസിക്കുന്നു, അതോടൊപ്പം താവൂത്ത് ദൈവേതര ശക്തികൾ അഥവാ ദൈവത്തിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരിൽ അവർ വിശ്വസിക്കുന്നു. അതുപോലെ പേരുകൾ വെച്ചിട്ട് ഈസാ നബി ആരാധിക്കുന്നവർ, ഉസൈർ നബി ആരാധിക്കുന്നവർ, മൂസാ നബി ആരാധിക്കുന്നവർ, പലരും ആരാധിക്കുന്നവർ, ആ ആരാധന സത്യസന്ധമാണ്, ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ ഒരു കുറ്റം ഇതാണ്, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. രണ്ടാമത്തെ കുറ്റം വയഖൂലുന അല്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനൽ ലദീന ആമനൂ സബീല. അവർ സത്യനിഷേധികളോട് പറയുന്നു, നിങ്ങളാണ് വിശ്വാസികളെക്കാൾ എന്തുകൊണ്ടും ശരിയായ മാർഗം പ്രാപിച്ചവരെന്ന്. അതിന് ചില സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ മുഹമ്മദ് നബിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ, അവിടുത്തെ കാഫിറുകൾ തയ്യാറാകുമ്പോൾ അവർക്ക് മദീനയിൽ കൂടാൻ ഉണ്ടായിരുന്ന ആരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അഹ്സാബ് പോലെയുള്ള യുദ്ധങ്ങളിലൊക്കെ അവരാണല്ലോ കൂട്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗം തമ്മിൽ കൂട്ടുകൂടി യുദ്ധം ചെയ്യുമ്പോൾ അവർക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്താ കാരണം? ഒരാശങ്കകൾ പറഞ്ഞാണ് അവര്, പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകളാ പറഞ്ഞത്, നിങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും വേദഗ്രന്ഥം ലഭിച്ചവരാണ്,
മുഹമ്മദ് നബിയുടെ അനുയായികളും അവർക്ക് വേദഗ്രന്ഥം ലഭിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം ലഭിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടർ ഒന്നാണ്. ഞങ്ങളിലേക്കാണെങ്കിൽ പ്രത്യേക വേദഗ്രന്ഥങ്ങളൊന്നും അവതരിക്കപ്പെട്ടിട്ടില്ല, പ്രത്യേക പ്രവാചകന്മാരും ഞങ്ങളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ നിന്ന് മുഹമ്മദിനോട് യുദ്ധം ചെയ്യുക? ഇതാണ് വിഷയം. അപ്പൊ ആ വിഷയത്തിന് അന്ന് മദീനയിലെ ജൂതന്മാരും അതുപോലെ നസാറാക്കളും പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങളും അവരും തമ്മിൽ ഈ ഒരു പേരിലാണ് നിങ്ങൾ സാമ്യത കാണുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ? നിങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന, കഅബയുടെ പരിചാരകന്മാരായിരിക്കുന്ന അങ്ങനെ ഒരുപാട് നന്മകളുള്ള ആളുകളാണ് നിങ്ങൾ. മുഹമ്മദും ടീമോ അവര് നിങ്ങളും നമ്മളും ഒക്കെ പൂർവികമായി ആചരിച്ചു വരുന്ന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്തെറിയുകയും നമ്മളെ പൂർവ്വപിതാക്കളെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ മുഹമ്മദിനേക്കാളും അദ്ദേഹത്തിന് അനുയായികളെക്കാളും എന്തുകൊണ്ടും യോഗ്യരും നല്ലവരും മാർഗദർശനം ലഭിച്ചവരും നിങ്ങളാണ്. ഇത് ജൂതന്മാരും ക്രൈസ്തവരും അന്ന് മക്കയിലെ കാഫിറുകളോട് മുസ്ലിങ്ങളോട് പറഞ്ഞതാ. അതാണ് ഖുർആൻ പറഞ്ഞത്. വയഖൂലുല്ലദീന കഫറൂ, അവർ സത്യനിഷേധികളോട് പറയുന്നു, ഹൗലാ ഇക്കൂട്ടരാണ് അഹ്ദാ മിനല്ലദീന ആമനൂ സബീല, വിശ്വാസികളെക്കാൾ ശരിയായ മാർഗം സ്വീകരിച്ച ആളുകൾ എന്ന്. ഈ രണ്ടു കാര്യങ്ങൾ അവർ നിർവഹിച്ച, ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് വാക്കുകളാണ്. ഈ രണ്ടു കാര്യത്തിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത നടപടി എന്താ? അതാണ് ചോദ്യം. അലം തറ, നീ കണ്ടുവോ? ഇലല്ലദീന ഊതു നസീബ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് അല്പം ലഭിച്ചിരിക്കുന്ന, വിഹിതം ലഭിച്ചിരിക്കുന്ന ആളുകൾ. ആ വിഹിതം എന്ന് പറയാൻ കാരണം കേട്ടോ, സംഗതി ബൈബിളും അതുപോലെ തൗറാത്തും ഒക്കെ, അല്ലെങ്കിൽ ഇഞ്ചീലും തൗറാത്തും ഒക്കെ എന്താ പറയാ, അത് കഷ്ടമല്ല കൊടുത്തത്, മുഴുവൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ സ്വീകരിച്ചതും ഇവർക്ക് കിട്ടിയതും ഭാഗികമായിട്ടാണ്. വെള്ളം ചേർത്തതോ അങ്ങനെയുള്ള അവസ്ഥയിൽ കിട്ടിയത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. വേദഗ്രന്ഥം കുറച്ച് കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ അതുകൊണ്ടെങ്കിൽ ശരി കാണും ചെയ്യും. അങ്ങനെയുള്ള വിഭാഗത്തിന് സംഭവിച്ചൊരു പ്രശ്നം, അവർ ജിബുത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു. രണ്ട്, വിശ്വാസികളെക്കാൾ അവിശ്വാസികൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു, അഥവാ അവരാണ് നന്മയിലെന്ന് സന്മാർഗത്തിലെന്ന് അവകാശപ്പെടുന്നു. അതിനാൽ അള്ളാഹു അവരുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു? അതാണ് അടുത്തായത്. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. എന്നാൽ അവരെയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നത്. ഏതൊരുവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവോ അവന് ഒരു സഹായിയെയും നീ കണ്ടെത്തുകയില്ല. ഉലൈക, അക്കൂട്ടർ, അല്ലദീന, അവരുടെ പ്രത്യേകത, ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ആ വിഭാഗത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വമൻ യൽഅനില്ലാഹു, അള്ളാഹു ആരെങ്കിലും ശപിക്കുകയാണെങ്കിൽ, ഫലൻ തജിദ ലഹു, എന്നിരിക്കെ അവന് ലഭിക്കുകയില്ല, കണ്ടെത്തുകയില്ല, നസീറ, ഒരു സഹായിയെയും. അപ്പൊ ഈ ജനവിഭാഗത്തെ അള്ളാഹു ശപിച്ചു. അങ്ങനെ ശപിച്ചതിനാൽ അവർക്ക് സഹായിയെയും കണ്ടെത്താൻ കഴിയില്ല. ശപിക്കാനുള്ള കാരണം എന്താ? വേദഗ്രന്ഥത്തിന് അല്പം ലഭിച്ചിരിക്കുന്ന, വിഹിതം ലഭിച്ചിരിക്കുന്ന ഈ വിഭാഗങ്ങളെ അള്ളാഹു ശപിക്കാനുള്ള കാരണം, ഒരു കാരണം അവർ ജിബുത്തിലും താവൂത്തിലും വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാരണം, സത്യവിശ്വാസികളെക്കാൾ അവർ സത്യനിഷേധികൾക്ക് പ്രാമുഖ്യം നൽകുന്നു. അപ്പൊ സൂചിപ്പിച്ചല്ല, സിഹിറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു സംഗതിയല്ല, അത് കുറച്ച് ഗുരുതരമായ വിഷയമാണ്. താവൂത്തും അതുപോലെ തന്നെ. ദൈവേതര ശക്തികളിൽ വിശ്വാസമർപ്പിക്കുന്നതിന് സമാനമാണ് സിഹിറിൽ വിശ്വാസമർപ്പിക്കുന്നതിനും. അഥവാ സിഹിർ കൊണ്ട് പലതും സംഭവിപ്പിക്കുവാൻ, പലതും ചെയ്യാൻ, പല അതിക്രമങ്ങളും ചെയ്യാൻ, പല അപകടങ്ങളും വരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അതിനർത്ഥം എന്താ? ദൈവേതര ശക്തികളോട് പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഉത്തരം കിട്ടും, പ്രതിഫലനമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നതിന് സമാനമാണ്. അഥവാ മഹാപാപങ്ങളിൽ ഒന്നാമത്തേത് ശിർക്കാണെങ്കിൽ അതിന് സമാനമാണ് രണ്ടാമത്തെ സിഹിർ. അത് രണ്ടും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ഇവിടെ
ജിബുത്തും താവൂത്തും പറഞ്ഞതുപോലെ ജിബുത്തും താവൂത്തും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് എന്ന പോലെ ഷിർക്കും സിഹറും തമ്മിൽ വലിയ സമാനതകളുണ്ട്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നൊരു ചോദ്യം എന്താ, ഈ സിഹർ എന്ന സംഗതി കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിൽ, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് മഹാപാപങ്ങളിൽ പെടുത്തിയത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഷിർക്ക് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കേണ്ടതില്ലല്ലോ. ഞാൻ ഇവിടുന്ന് യേശുക്രിസ്തുവെ സഹായിക്കണേ എന്ന് വിളിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ആർക്കെങ്കിലും വല്ല ഉപദ്രവമുണ്ടോ? ഉണ്ടാവോ? ഒരു ഉപദ്രവമല്ല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ ഒരാളെയും ഉപദ്രവിക്കാതെ ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കാം, ശബരിമലയ്യപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കാം, യേശുക്രിസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം, മുഹമ്മദ് നബിയെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ത്? ശിർക്ക്. എന്നാൽ ആ ശിർക്കാണ് മഹാപാപങ്ങളിൽ ഒന്നാമത്തത്. അപ്പൊ ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല, ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, പല കുറ്റകൃത്യങ്ങൾക്കും ഖുർആൻ ശിക്ഷ ദുനിയാവിൽ തന്നെ പറഞ്ഞു. കൊന്നവനെ കൊല്ലണം, വ്യഭിചരിച്ചവനെ അടിക്കണം, കട്ടവന്റെ കൈമുറിക്കണം, അങ്ങനെ കുറെ കാര്യം പറഞ്ഞല്ലോ. എന്നാൽ ശിർക്ക് ചെയ്യുന്നവന് ദുനിയാവിൽ ഒരു ശിക്ഷയും പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ ഒരു ശിക്ഷയില്ല. എന്താ കാരണം? അതുകൊണ്ട് ദുനിയാവിൽ ആർക്കും ഒരു ഉപദ്രവമില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരാളെ കൊലപാതകം തന്നെ മറ്റവർക്ക് ഉപദ്രവമുണ്ട്, വ്യഭിചാരം മറ്റവർക്ക് ഉപദ്രവമുണ്ട്, മോഷണം മറ്റവർക്ക് ഉപദ്രവമുണ്ട്, പരദൂഷണം പോലും മറ്റവർക്ക് ഉപദ്രവമുണ്ട്. അതിനൊക്കെ ശിക്ഷ ഉണ്ട്. അതവൻ കഥ പറഞ്ഞല്ലോ, 80 അടി. ഒരു പണിയെടുത്തില്ല, വെറുതെ ആരോപണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിന്റെ പേരിൽ 80 അടി. അവിടെയൊക്കെ ശിക്ഷ ഉണ്ട്. എന്താ കാരണം? മറ്റൊരാൾ ഉപദ്രവിക്കപ്പെടുന്നു. എന്നാൽ മറ്റൊരാളും ഉപദ്രവിക്കപ്പെടില്ല എങ്കിലും ഏറ്റവും വലിയ പാപമായിരിക്കുന്ന ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ എവിടെയും അവർക്ക് ഇന്ന ശിക്ഷ നൽകണം, ഒരു മുശ്രിക്കിന് അവൻ മുശ്രിക്കായി എന്ന കാരണത്താൽ ഇന്ന ശിക്ഷ നൽകണം എന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഇതിന് പ്രതികരിക്കാൻ കഴിയും എന്നതുകൊണ്ടാണോ ഇത് മഹാപാപമായത്? ഷിർക്ക് കൊണ്ടൊരാൾ ഉപദ്രവിക്കാൻ കഴിയുമെന്നുകൊണ്ടാണോ മഹാപാപമായത്? ഷിർക്കിലൂടെ അയാൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ കഴിയുമെന്നതുകൊണ്ടാണോ മഹാപാപമായത്? അല്ലല്ലോ. ഷിർക്കിലൂടെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ലാണല്ലോ പറഞ്ഞത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല, ഉപകരിക്കുകയില്ല, ഒരുപാട് ആയത്തുകളിലൂടെ അത് നിഷ്ഫലമായ നിരർത്ഥകമായിരിക്കുന്ന ഒരു കർമ്മമാണ് എന്ന് തന്നെ അത് പറയാൻ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ ഒരു നല്ല ദാഹം, വെള്ളത്തിന് നേരെ അയാൾ കൈകൾ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അയാളുടെ വായിലേക്ക് വെള്ളം എത്തുമോ എന്നാണ് ചോദിച്ചത്. എന്നർത്ഥം വെള്ളം അവിടെയുണ്ട്, കൈകൾ ഇവിടെ തൊട്ടടുത്തുണ്ട്, ദാഹവുമുണ്ട്. പക്ഷേ അതുകൊണ്ടും ദാഹം ശമിക്കൂല. ദാഹം ശമിക്കണമെങ്കിൽ ആ വെള്ളം കൈകളിലെടുത്ത് വായിലേക്ക് എത്തിക്കണം. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അതുപോലെ ശിർക്കിന ഒരു ഫലവും ചെയ്യില്ല, ഒരു ഗുണവും ചെയ്യില്ല, ഒരു ദോഷവും ചെയ്യില്ല. ആർക്കും അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ കഴിയില്ല. എന്നിട്ടും അത് മഹാപാപങ്ങളിൽ ഒന്നാമത്തേത്. എങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സിഹിർ, അത് മഹാപാപങ്ങളിൽ കടന്നുകൂടിയത് വെറുതെ കടന്നുകൂടിയതല്ല. എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകും, ആളുകൾ ഉപദ്രവിക്കാൻ സാധിക്കും എന്നതുകൊണ്ടും അല്ല. ഞാൻ ഇനി കൂടെ പറയാം. സിഹിറിനെ കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് പണ്ഡിതന്മാരെന്ത് ചെയ്തു? സിഹിർ മൂലം ഒരാൾ മറ്റൊരാൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഇയാൾ തിരിച്ചു കൊല്ലേണ്ടതാണ് ഫത്വ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലേ? അപ്പോ അതിന് മനസ്സിലാവേണ്ടെന്നാ, ആ എഴുതിയിരിക്കുന്ന ആൾ മനസ്സിലാക്കിയത് സിഹിർ മുഖേന മറ്റൊരാളെ കൊല്ലാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരൊറ്റ പ്രശ്നം, നമ്മള് വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിക്കാം, സിഹിർ മൂലം ഒരാളെ കൊല്ലാൻ പറ്റും. പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ട സിഹിർ മൂലമാണ് എന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താ? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണമെങ്കിൽ എന്ത് പറയാം? റസൂലക്ക് വഹയി മുഖേന ഇന്നാള് കൊല്ലപ്പെട്ടത് സിഹിർ മുഖേനയാണ് എന്ന് പറയാം. എന്നാൽ റസൂൽ മരണപ്പെട്ടു പോയി, വഹയി അവസാനിച്ചു, മറ്റൊരു മാർഗവും ഇവിടെ നേടാനില്ല എന്നിരിക്കെ ഇന്നാള് മരണപ്പെട്ടത് സിഹിർ മുഖേനയാണ്, മൂലമാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? മാത്രമല്ല, രണ്ടാമത്തത്, ഇനി അഥവാ സിഹിർ മൂലം ഒരാളെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ ആ സിഹിർ ചെയ്തിരിക്കുന്ന ആളെ ഒരു ഭൗതിക കോടതിയിൽ പോലും ശിക്ഷിക്കാൻ പറ്റുമോ? പരലോകത്ത് വരട്ടെ, പരലോകത്ത് സിഹിർ ചെയ്യുന്ന ആൾക്ക് എന്തായാലും മാരകമായ ശിക്ഷയുണ്ട്. പക്ഷെ ദുനിയാവില്
ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ശിക്ഷ വേണം. കൊല്ലാൻ പറ്റുമെങ്കിൽ ഇയാൾ തിരിച്ചു കൊല്ലാൻ വേണം. പക്ഷെ എന്ത് വേണം? സാഹചര്യ തെളിവുകളെങ്കിലും വേണം. കോടതി കിട്ടുമോ? എന്താ അവിടെ കോഴിക്കോട്ട് ഒരാള് 4 കോഴിമുട്ട വാങ്ങി ചിത്രം വരച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ മഞ്ചേരിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആരാ ചെയ്യാ? കാരണം ചെയ്യണം മഹാഭാവിയാണല്ലോ. ഒരു വിശ്വാസിക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല. ആരാ? മഹാഭാവിയാണ്. ഒരിക്കലും കഴിയില്ല. അപ്പോ ഞാൻ പറഞ്ഞതാണ്, കോഴിക്കോട്ട് ഒരാൾ ഇങ്ങനെ ക്ഷുദ്രകൃത്യങ്ങൾ നടത്തി മഞ്ചേരിയിൽ ഒരാൾക്ക്, അതുകൊണ്ട് അയാളുടെ ജീവഹാനി സംഭവിക്കുന്നു. അതാണ് വസ്തുത എങ്കിൽ പോലും അങ്ങനെയാണ് സംഗതി എന്ന് എങ്ങനെ തെളിയിക്കും? ഏത് കോടതിക്ക്, ഏത് ഉദ്യോഗസ്ഥനെ, ഏത് സംവിധാനങ്ങൾക്കാണ് അത് തെളിയിക്കാൻ പറ്റുക? എങ്കിൽ അടുത്ത വിഷയം, ഇന്നാൾ മരണപ്പെട്ടത് അല്ലെങ്കിൽ ഇന്നാൾക്ക് ഇന്ന രോഗമുണ്ടായത് അത് സിഹിർ മൂലമാണ് എന്ന് ഒരാൾ പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത് സിഹിർ മൂലമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ വേറെ വേണം. ആ ആള് പ്രവാചകനല്ല. പിന്നാരായിരിക്കും? പ്രവാചകനല്ലേ പിന്നാലെ പറഞ്ഞു കൊടുക്കുക? സാധാരണക്കാരെന്തായാലും പറഞ്ഞു കൊടുക്കില്ല. അയാൾക്കറിയില്ല. അയാളിപ്പോ മാനസിക രോഗം മാസ് മാത്രമേ പറയുള്ളൂ. അവിശ്വാസി എന്താ പറയാ? അവിശ്വാസി നമുക്ക് നോക്കുക, എത്തുമ്പോ നോക്കുക. ആരോ പറഞ്ഞു കൊടുക്കുക? പിന്നെ ജ്യോത്സ്യന്മാര് അല്ലെ, പണിക്കന്മാര്, അതുപോലെ കബഡി നടത്തുന്ന ആൾക്കാർ, ലക്ഷണം നോക്കുന്ന ആൾക്കാർ, അവരത് പറയാ. അവരിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പറയാം. അപ്പൊ എന്ത് വേണം? ഒരാൾക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സിഹിർ ബാധിച്ചതാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇന്നെന്ത് ചെയ്യണം? ഒരു ജ്യോത്സ്യനെ സമീപിക്കണം. സമീപിച്ചാൽ അയാളെ നിസ്കാരം ബാത്തിലായി അല്ലെ? അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടല്ലേ ഇത് സിഹിർ ബാധിച്ച എന്ന് പറയുന്നത് അല്ലെ? അത് വിശ്വസിച്ചാലോ അയാൾ കാഫിറായി. അപ്പോ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ അതിലേറെ തന്നെ അപകടമായിട്ടുണ്ട് ഇന്നാളുടെ ഇന്ന പ്രശ്നം സിഹിർ ഫലിച്ചത് മൂലമാണ് എന്ന് പറയുന്നത്. അത് കുഫറിലേക്ക് ആ മനുഷ്യനെ കൊണ്ടു ചെല്ലുകയുള്ളൂ. നമുക്ക് 1-2 ഹദീസ് കൂടി നോക്കാം. എന്തുകൊണ്ടായിരിക്കും അള്ളാഹു ഇങ്ങനൊരു വിഭാഗത്തെ ശപിച്ചത്? ആ ശപിക്കണമെങ്കിൽ ഗുരുതരമായ കാരണമുണ്ടാവും. ഗുരുതരമായ കാരണമുണ്ട്. ആ കാരണം തന്നെയാണ് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട പലതും ആർക്കൊക്കെയോ പങ്കുവെച്ചു കൊടുക്കാതെ ശിർക്കിലും സിഹിറിലുമൊക്കെ ഒരു ദോഷമോ, പ്രത്യക്ഷത്തിൽ ഒരു ദോഷമോ അല്ലെങ്കിൽ ഒരു ഗുണമോ പ്രതീക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് മഹാപാതകം തന്നെയാണ്. ഇവിടെ പറഞ്ഞെന്താ, നമ്മള് 3-മത്തെയോ 4-മത്തെയോ കാര്യമാണെന്ത്? ഒരു മനുഷ്യനെ അകാരണമായി കൊലപ്പെടുത്തൽ. അതിന്റെ മുമ്പാണ് ശിർക്കും സിഹിറും പറഞ്ഞത്. അതുപോലെ ഇവിടെ ജിബുത്തും താവത്തും ഒരുമിച്ച പറഞ്ഞത്. ഇതൊക്കെ തമ്മിൽ പരസ്പര ബന്ധങ്ങളുണ്ട്. നമുക്ക് 1-2 ഹദീസ് കൂടി നോക്കാം. عن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم റസൂൽ പറയുകയാണ്, യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന്, എന്റെ ഉമ്മത്തുകളിൽ നിന്ന്. നമ്മൾ നേരത്തെ കേട്ട് പഠിച്ച ഹദീസ് തന്നെ കേട്ടോ. 70,000 70,000 ആളുകൾ. എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയും കൂടാതെ. ബിഗൈരി ഹിസാബിൻ എന്ന് പറഞ്ഞാൽ ഒരു വിചാരണയില്ലാതെ, യാതൊരു തരത്തിലുള്ള വിചാരണയും കൂടാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഹുമുല്ലദീന, ആരാണവർ? ഹുമുല്ലദീന, അവര് ലാ യസ്തർഖൂന. ഇസ്തർഖ, യസ്തർഖി എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്നും മന്ത്രിപ്പിച്ചു എന്നും പറയാം. മറ്റൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കുക. അതിൽ തന്നെ ശരിയും തെറ്റുണ്ട് കേട്ടോ. മന്ത്രിക്കലിലും മന്ത്രിപ്പിക്കലിലും ശരിയും തെറ്റുമുണ്ട്. ശറയ്യ നമുക്ക് നോക്കാം. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്ന് പൊതുവായിട്ട് അർത്ഥം പറയാം. എന്നാൽ പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിച്ച മന്ത്രങ്ങളുണ്ട്. അതെന്താ? അള്ളാഹുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദിക്റുകൾ, അതൊക്കെ മന്ത്രങ്ങളാണ്, അഥവാ റുഖയ്യാണ്. എന്നാൽ
അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ദിക്റുകളും ദുആകളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ എന്താണ്? അതും മന്ത്രമാണ്. അത് മതം അംഗീകരിക്കാത്ത നിഷിദ്ധമായ മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രങ്ങളെക്കുറിച്ച്, ഈ പ്രാർത്ഥനകളെക്കുറിച്ച് റുഖയ്യ എന്നതിന് കൂടെ ശരഇയ്യ എന്നൊരു പേര് കൂടി പിൽക്കാത്ത ചേർത്ത്. റുഖയ്യ ശരഇയ്യ എന്ന് പറഞ്ഞാൽ ശരഇയായ മന്ത്രം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ശരിക്കും എല്ലാ കാര്യത്തിലും പറയണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ്. ഏതുപോലെ തിജാരിയ ശരഇയ്യ എന്ന് പറയണം, ഇസ്ലാമികമായ കച്ചവടമാണ്. മനസ്സിലായല്ലേ? അങ്ങനെ ഓരോ ജോലി, ഉദ്യോഗം ഇസ്ലാമികമായ ഉദ്യോഗമാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും പറയണം. അത് പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രത്യേകം പറയാൻ കാരണം ഇതേ മന്ത്രം തന്നെ മന്ത്രവാദികൾ ശിർക്ക് കലർന്ന, ബിദ്അത്ത് കലർന്ന, ഇസ്ലാമിക വിരുദ്ധമായിരിക്കുന്ന പല മന്ത്രങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാലാണ് ഇപ്പുറത്ത് ഇതിന് റുഖയ്യ ശരഇയ്യ എന്നൊരു പേര് അഡീഷണൽ കൊടുത്ത്. അപ്പൊ അത് നമുക്ക് നിരാകരിക്കുകയോ ഇനി വേണമെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്യാം. ആ ഒരു പേരിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വിഷയത്രേ ഉള്ളൂ. ആ മന്ത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? ശരിയായ മന്ത്രങ്ങളാണെങ്കിൽ പോലും, ശരിയായ പ്രാർത്ഥനകളാണെങ്കിൽ പോലും അത് സ്വയം നിർവഹിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശരിയായ മന്ത്രങ്ങളും സ്വയം നിർവഹിക്കാനാണ് ശ്രമിക്കേണ്ടത്. അഥവാ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ രാത്രിയിൽ പാരായണം ചെയ്ത് കിടക്കുന്ന ആള്, ആൾക്കത് മതി. അതൊരു മന്ത്രമാണ്. അതൊരു മന്ത്രമാണ്. അത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയല്ല വേണ്ടത്, നമ്മൾ സ്വയം ചെയ്യാൻ വേണ്ടത്. അതുപോലെ മുഅവ്വദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇഖ്ലാസ്, സൂറത്തുൽ കാഫിർ, ആയത്തുൽ കുർസി, ഇതൊക്കെ പാരായണം ചെയ്യുവാനും ഒരു മന്ത്രം എന്ന നിലയ്ക്ക് തന്നെ സ്വീകരിക്കുവാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആവാം. പക്ഷെ അതൊക്കെയും സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്, സ്വയമാണ് ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ നിത്യജീവിതത്തിലുള്ള സംഗതികളാണ്. നിത്യജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുന്ന എപ്പോഴാ? നമ്മൾ എന്തുകൊണ്ട് യോഗ്യനല്ലാതായി? അതെ, അതാണ് ഒന്ന്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്കത് അറിയില്ല, അതിന് ഗൗരവം അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലാം, റസൂൽ ചെയ്തിട്ടുണ്ട്. 2, നമ്മളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോ അങ്ങേയറ്റത്തെ ഉരുവിടാൻ പോലും കഴിയാത്ത വിധത്തിൽ അവശതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്ന് കിടക്കുന്ന ഒരാള്, അയാൾ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമുക്ക് അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം, അതിന് വിരോധമല്ല. എന്നാൽ ഇതൊന്നുമല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാവുന്ന സംഗതിയാണ്, നിത്യജീവിതത്തിന്റെ ഭാഗമായി വരേണ്ടതുമാണ്. എന്നിട്ടും അത് മറ്റൊരാളെ സമീപിച്ച് ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ വിശ്വാസപരമായിരിക്കുന്ന ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ ചെയ്താൽ തന്നെ മതി. നിസ്കാരം ഞാനാണ് നടത്തുന്നത്, എനിക്ക് വേണ്ട വേറെ നിസ്കരിക്കുന്നില്ല. നോമ്പ് ഞാൻ തന്നെ നോക്കുന്ന, വേറെ നിൽക്കുന്നില്ല. സക്കാത്ത് ഞാൻ തന്നെ കൊടുക്കുന്ന, ഹജ്ജൊക്കെ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മന്ത്രത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റൊരാളെ നമ്മൾ സമീപിക്കുമ്പോ അയാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ട്. ആ ധാരണ ഇയാള് മന്ത്രിച്ചാൽ, ഇയാള് പ്രാർത്ഥിച്ചാൽ, ഇയാള് ചെയ്താൽ അത് കുറെ കൂടി ഫലപ്രദമായിരിക്കും. അവിടെ നമ്മൾ എന്തോ ഒരു അപ്രമാദിത്വം അയാൾക്ക് നൽകുന്നു. അതിൽ ഒരു അദൃശ്യത്തിന്റെ, അഭൗതികത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത് പാടില്ല എന്നല്ല കേട്ടോ. മറ്റൊരാളോട് ഒരിക്കലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയരുത് എന്നല്ല, പറയാം. നമ്മളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ കാര്യം പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം, അതൊക്കെ പറയാം. പക്ഷെ ആ പറയുന്നതൊക്കെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള ചില സംഗതികൾക്ക് വേണ്ടി പ്രത്യേക ആളുകളെ സമീപിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഈ ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ അത് വിഷയം തന്നെയാണ്. അങ്ങനെ മനസ്സിൽ ഒരു ചെറിയ ലാഞ്ചന പോലും വന്നിട്ടില്ലാത്ത ആളായിരിക്കും എവിടെ? ആ 70,000 പുര. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 70,000 ആളുകൾ ഒരു ഹിസാബുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറയുമ്പോ അവരുടെ ക്വാളിറ്റി പറയുമ്പോൾ ഭയങ്കര കാര്യങ്ങൾ പറയണ്ടേ? വലിയ വലിയ കാര്യങ്ങളല്ല പറയേണ്ടത്. പക്ഷെ ഈ വായിച്ചൊക്കെ സാധനങ്ങളൊക്കെ നോക്കിയാൽ വളരെ ചെറുതായിട്ട് അവരൊക്കെ തോന്നുന്നു. എന്നാൽ ചെറുതല്ല, അത് വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ ലാ യസ്തർഖൂൻ, അവർ മറ്റൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കുകയില്ല. അത് നമ്മളെ ഈമാന്റെ
കണിശതയും തവക്കുലിന്റെ കണിശതയാണത്. നമുക്ക് നല്ല തവക്കുലുണ്ടെങ്കിൽ, നല്ല ഈമാൻ ഉണ്ടെങ്കിൽ വേറൊരാളത്ത് പോയിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഒന്ന് ഓതണം, സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഇഖ്ലാസ് ഒന്ന് ഓതണം, അതുപോലെ തന്നെ ആയത്തൊക്കെ ഒന്ന് ഓതിത്തരണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, അഥവാ മതം അനുവദിച്ചിരിക്കുന്ന മന്ത്രങ്ങളാണെങ്കിൽ പോലും അത് മറ്റൊരാൾ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കില്ല. അനുവദിക്കാത്താണെങ്കിലോ പിന്നെ പറയാനുമില്ല. ശരി. രണ്ടാമത്തത് വലാ യതതയ്യറൂൻ. തത്തയ്യറ എന്ന് പറഞ്ഞാൽ നേരർത്ഥം ഭാഗ്യപരീക്ഷണം നടത്തിയെന്നാണ്. ഭാഗ്യപരീക്ഷണം അഥവാ നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം. അവിടെ ത്വയ്ർ എന്നുള്ള പദം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷിയാണ് പദത്തിന്റെ അർത്ഥം. ഉദ്ദേശം അക്കാലത്തൊക്കെ പക്ഷികളെ ഉപയോഗിച്ചാണ് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താറുള്ളത്. അത് വെച്ച് നമുക്ക് ഈ കാലത്തും അതിലേക്ക് ചേർത്ത് വരാവുന്ന എല്ലാ മുതലും വരും. ഇപ്പോ ഒരു പക്ഷിയെ മേലോട്ട് ഇങ്ങനെ പറത്തി വിട്ടിട്ട് അത് പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ പോണൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം കൊള്ളാം കൊള്ളില്ല എന്ന് പറയുന്ന അതാ സംഗതി. പിന്നെ നമ്മുടെ നാട്ടില് ഈ പിന്നെ കൈനോട്ടക്കാരില്ലേ, അവര് ഒരു തത്തയെ കൊണ്ടുവരും അല്ലെ. ഇങ്ങനെ തത്തയാണ് ഷീറ്റ് എടുക്കുന്നത്. ആ തത്ത എടുക്കുന്ന ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും നമ്മൾ തീരുമാനിക്കണം. അത് ഈ പറഞ്ഞ മുതൽ തന്നെയാണ്. അതുപോലെ തന്നെ അന്ന് ആ പറഞ്ഞതിന് പക്ഷി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇന്നും സമാനമായ ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ ഇതിൽ വന്നതാ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മുറ്റത്ത് മാവിന്റെ മുകളിൽ ഒരു കാക്ക ഇരുന്ന് കുറുകിയാൽ നമ്മൾ അതിന്റെ ഒരു അർത്ഥം കാണുന്നു. എന്താണ്? വിരുന്നേരി വരും അല്ലേ? അതും ഈ പറഞ്ഞതിലെ ഒരു ഗണം തന്നെയാണത്. നമ്മളെ വലിയ ഗൗരവത്തിലെടുത്തിട്ടില്ല, വലിയ സംഭവമല്ല, എന്നാലും വേറെ കുറ്റിച്ചോളാണ് അല്ലെ. അങ്ങനത്തെ ഒന്ന് ശബ്ദിച്ചാല് അത് ദുശകുനമാണ്, മരണം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലതിനും അതിന്റെ ഭാഗം തന്നെയാണെന്ത്. നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചകൾ ചാടി, അതോടുകൂടി ദുശകുനമായി, അതിന്റെ ഭാഗമാണ്. അതുപോലെ കറുത്ത പട്ടി, പാമ്പ്, ഈ പറഞ്ഞ ജീവികളൊക്കെ ഭൗതികമായി നമുക്ക് ഭയപ്പെടുന്ന അത് ഒരർത്ഥമുണ്ട്. എന്നാൽ അവർ കുറുകെ മുറിച്ചു കടന്നുകൊണ്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു ദോഷവും ഭൗതികമല്ലല്ലോ. അതിന് കാര്യകാരണ ബന്ധമൊന്നുമില്ല. അത് അദൃശ്യമാണ്, അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. അങ്ങനെയുള്ള ചെറുതും വലുതുമായിരിക്കുന്ന പല വിശ്വാസങ്ങളും മുസ്ലിം സമൂഹത്തിൽ തന്നെ ധാരാളം ആളുകളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇവരൊക്കെ ബഹുദൈവാരാധകരൊന്നുമല്ല, ഏകദൈവാരാധകരും ലായിലാലിനൊക്കെ വേണ്ടി പൊരുന്ന ആൾക്കാരാണ്. മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഖുർആനും ഹദീസും സ്വീകരിക്കുന്ന താല്പര്യക്കാരാണ്. പരമാവധി ജീവിതത്തിൽ മര്യാദ പാലിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഇത് അതൊരു വീടിന് സ്ഥാനം നോക്കുന്നത് മുതൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഞാനത് മുമ്പ് പറഞ്ഞത്, എഞ്ചിനീയർക്കും അവിടെ പണിയുണ്ട്, കോൺട്രാക്ടർക്കും പണിയുണ്ട്, ഓരോ പണിക്കാർക്കും പണിയുണ്ട്. പക്ഷെ ഉസ്താദിന് അവിടെ പണിയില്ലല്ലോ, ഒരു പണിയില്ല. ആ സാധുവിന് സിമന്റും മണലും മെറ്റലും കൂടി ഏത് റേഷ്യോല പിന്നെ ചേർക്കേണ്ട എണ്ണ കണക്ക് പോലും ആ സാധുവിന് അറിയില്ല. അത്രയെങ്കിലും ഉണ്ടാവില്ല. എന്നിട്ടും ആ സാധുവിനെ കൊണ്ടുവന്നിട്ട് ഈ പണിയെടുപ്പിക്കുമ്പോ അതിന്റെ പിന്നിൽ വേറെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് പ്രശ്നം. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത്തത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ആ ഭരമേൽപ്പിക്കല് ആ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നതാണെന്ന് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് തുടങ്ങുന്ന ആ ദിക്ർ അല്ലെങ്കിൽ ആ പ്രാർത്ഥന. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ? ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോ നമ്മൾ 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല പറഞ്ഞത്. ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഇതുകൂടി പെർഫെക്റ്റ് ആണോ? നമുക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്നാൽ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ഇത് പെർഫെക്റ്റ് അല്ല. ഹിസാബോട് കൂടി മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ്, മറ്റു കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല. നരകത്ത് കുറച്ചു കാലം പോകേണ്ടി വരും, എന്നിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞെന്താ? ജീവിതം മൊത്തം പെർഫെക്റ്റ് ആയിരിക്കണം, അതിൽ പ്രത്യേകമായി ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിൽ ഈ റിപ്പോർട്ടിൽ വേറൊരു റിപ്പോർട്ടിൽ വലാ യത്തമൂനി എന്നൊരു പദം കൂടി കാണാം. കത്തുബ്
കെത്തുവ് എന്ന് പറഞ്ഞാൽ നേരെ പാത്രത്തെ പൊള്ളിക്കണം, ചൂടാക്കുക. ചില ചികിത്സയുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപദ്രവിക്കലാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം പെടും. ഇപ്പൊ നമ്മുടെ നാദാപുരത്ത് നടന്ന ചികിത്സ മുതൽ അടിയും ഇടിയൊക്കെ മുതൽ പെടും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യിക്കാതിരിക്കുകയും അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ ചില പ്രയോഗങ്ങൾ അതിൽ കാണാൻ പറ്റും. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ സ്വർഗത്തിൽ പോകുന്നവരിൽ വിചാരണ കൂടാതെ പോകുന്ന ആളുകളായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണുമ്പോ പലരും നിസ്സാരമായി കാണുന്ന എന്നാൽ ഗുരുതരമായിരിക്കുന്ന ഈ വിഷയങ്ങളാണ് ചേർത്ത് വെച്ചത്. ഇതിൽ എവിടെയെങ്കിലും സിഹിറുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ നിങ്ങൾ ആലോചിച്ചോളി, ഞാൻ എങ്ങൾക്ക് വിട്ടുതരാണ്. സിഹിറിന്റെ ഏതെങ്കിലും തലങ്ങൾ ഇതിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടാൻ പറ്റുമോ, ഉണ്ടാവോ ഇല്ലേ, അതിന് മുക്തമാണോ ഒക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. അടുത്തൊരു ഭാഗം നോക്കാം. എങ്ങനെ? അല്ല, ലേസർ ചികിത്സ എന്നത് ഒരിക്കലും പൊള്ളിക്കലാണോ? അത് അല്ല. ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തീ വെച്ച് ചൂടാക്കുന്നതും ലേസർ ചികിത്സ ഒന്നല്ല എന്നുള്ള ഉറപ്പല്ലേ? ഇത് തീ വെക്കുമ്പോ തന്നെ അറിയാം അതിന്റെ ചൂടും അതിന്റെ പ്രയാസമൊക്കെ നേർക്ക് അനുഭവിക്കും. മറ്റോ റേഡിയേഷൻ ഒക്കെ നടത്തിയിട്ട് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രത്യക്ഷത്തിന് എന്തെങ്കിലും കുഴപ്പം കാണുന്നത് മാത്രമല്ല, അയാളുടെ ആ ഒരു പ്രത്യേക ഏരിയയിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചികിത്സാ രീതിയാണ്. അത് ഭൗതികമായ സംഗതിയാണ്, അത് പറഞ്ഞില്ല. അപ്പൊ അത് ആ ഒരു പദ്ധതിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ മതിയാവും. നമ്മളെ ഈമാൻ പെർഫെക്റ്റ് ആണോ ആയിരിക്കണമോ എന്നൊക്കെ നമുക്ക് ആലോചിക്കുവാനും ഉൾക്കൊള്ളുവാനും. അതാണ് സൂചിപ്പിച്ചത്. ഇനി അടുത്ത 1-2 ഹദീസുകൾ നോക്കാം. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ലം തുഖ്ബൽ ലഹു സലാത്ത 40 യൗമൻ. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസാണത്. മൻ അതാ അറാഫൻ, ഒരാൾ അറാഫിന്റെ അരികിൽ ചെന്നു, അഥവാ അറാഫിനെ സമീപിച്ചു. അറാഫ് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ നോക്കി, ലക്ഷണങ്ങൾ നോക്കി ഭാവി പ്രവചിക്കുന്ന, ഭൂതകാലം പറയുന്ന ടീമാണ് അറാഫ്. അതിൽ നമ്മളെ ഈ കൈനോട്ടക്കാരടക്കം വരും. ഈ മറ്റേ കാർഡൊക്കെ എടുത്തിട്ട് ലക്ഷണം നോക്കുന്ന ടീം. അതുപോലെ മറ്റേ എന്താണ് കൈരേഖ നോക്കിയിട്ട് ലക്ഷണം പറയുന്ന ആൾക്കാർ. ഇതൊക്കെ ശാസ്ത്രീയമാണെന്നൊക്കെ ഇപ്പൊ ഓരോരുത്തർ അല്ലാവുമല്ലോ, മനസ്സിലായല്ലേ? അതിന്റെ ശാസ്ത്രീയത ഒരാളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും പറയാൻ ഈ രേഖ. ശരി. അമ്മൻ അതാ അറാഫൻ, ഒരാളൊരു അങ്ങനെയുള്ള ആളെ സമീപിച്ചു. ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് അയാളോട് ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഫസദ്ദഖഹു, എന്നിട്ട് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞ പറഞ്ഞാൽ സത്യമാണെന്ന് അംഗീകരിച്ചു. ഇത് ഇന്ന ആള് പറഞ്ഞതാ, സത്യമല്ലാതെ ഒരിക്കലും അയാൾ പറയില്ല. അത് സത്യം തന്നെ ആയിരിക്കും. സംഭവിക്കുന്ന കാര്യം പറയുള്ളൂ. കണ്ണുകൊണ്ട് കണ്ടാന്നൊക്കെ പറയും, കാലുകൊണ്ട് കാണാന്ന് എല്ലാവർക്കും അറിയെങ്കിലും അങ്ങനെയാണ് പറയാം. ശരി. അപ്പൊ ഫസദ്ദഖഹു, പക്ഷെ എന്താ? ലം തുഖ്ബൽ ലഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ലം തുഖ്ബൽ ലഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. സ്വലാത്ത് 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം. 40 ദിവസത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് മാത്രം കൂട്ടിയാൽ തന്നെ 200 വക്തായി. നീ തഹജ്ജുദും മറ്റു സുന്നത്തൊക്കെ ഉണ്ടെങ്കിലോ അതും പോയി. ഒരു നമസ്കാരം അല്ല സ്വീകരിക്കൂല. അപ്പൊ സ്വീകരിക്കൂല എന്നാൽ സ്വീകരിക്കാതൊക്കെ കുഴപ്പമില്ല നോക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പർവ്വത ശിക്ഷ കൊടുക്കുന്നതിന്റെ അർത്ഥം 200 വക്ത് നമസ്കരിക്കാത്തതിന്റെ ശിക്ഷയാണ് കിട്ടുക. ഏറ്റവും മിനിമമാണ് പറഞ്ഞത്. ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ കൈനോട്ടക്കാരനെ ഇങ്ങനെയുള്ള ആളെ സമീപിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുക, എന്നിട്ട് പറഞ്ഞ കാര്യം സത്യാന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു ഭാഗം, ഒരു മിനിമം ശിക്ഷയുടെ പറഞ്ഞത്. അയാളുടെ 40 ദിവസം നമസ്കാരം അല്ല സ്വീകരിക്കില്ല. അടുത്ത ഹദീസ്. മൻ അതാ കാഹിന, കാഹിർ എന്ന് പറയുന്നതാണ് ജ്യോത്സ്യൻ. അപ്പൊ അതിനർത്ഥം ജ്യോത്സ്യൻ തന്നെയാണ്. അയാൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാവഭേദം എന്നല്ലാതെ വലിയ വ്യത്യാസമില്ല. അറാഫും കാഹിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മൻ അതാ കാഹിനൻ, ഒരാൾ ഒരു കാഹിനെ, ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. ഫസദ്ദഖഹു, എന്നിട്ട് അയാൾ പറയുന്ന കാര്യത്തെ സത്യപ്പെടുത്തി. ബിമായഖൂൽ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അയാൾ പറയുന്ന കാര്യത്തെ ഇയാൾ സത്യപ്പെടുത്തി. ഫഖദ് കഫറ, അങ്ങനെങ്കിൽ അവൻ നിഷേധിച്ചു കളഞ്ഞു. ബിമാ അൻസല, ഇറക്കിയതിന്, അലാ മുഹമ്മദിൻ, ബിമാ ഉൻസിലാണ് കേട്ടോ, ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ മേൽ ഇറക്കപ്പെട്ടതിനെ, അഥവാ ഖുർആനിനെ. അവൻ ഖുർആനിനെ നിഷേധിച്ചു.
അപ്പോ ഖുർആൻ നിഷേധിച്ചാൽ പിന്നെന്താ? 200 ദിവസത്തെ കേസല്ല, കംപ്ലീറ്റ് പോയി. മനസ്സിലായല്ലോ? 200 ഭക്തന്റെ കേസല്ല, 40 ദിവസത്തെ കേസല്ല, അയാളുടെ ജീവിതം കംപ്ലീറ്റ് പോയി. വിഷയം എന്തേ ഉള്ളൂ? ഒരു ജ്യോതിഷനെ സമീപിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവന് അള്ളാഹ്ക്കിരിക്കുന്ന ഖുർആനിലെ വിശ്വാസം ഉണ്ടെന്ന് ശരിയല്ല. രണ്ടും കൂടെ ഒപ്പം നടക്കൂലാണ്. നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്നു, ജ്യോതിഷം പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നു, രണ്ടും കൂടെ ഒപ്പം നടക്കൂല. ഈ സംഗതി കോയർച്ചൊക്കെ നല്ലതിനാണ്, ഉസ്താദിന് വളമ്പണ്ണാന്ന് അല്ല പറഞ്ഞേ. അങ്ങനെയും പറഞ്ഞുകൂടാ. എന്തിനാണ് സത്യമാണെന്ന് പറയുന്നത്? ആ സത്യമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ടേ? ഇതെന്താ റസൂൽ ചെയ്ത പണി? എന്താ റസൂൽ ചെയ്ത? എന്താ അറിയോ? ഇങ്ങനെ എല്ലാ സംഗതി സത്യമാണോ അസത്യമാണോ എന്ന് പരീക്ഷിക്കുന്ന അവസ്ഥ പോലും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവരുന്ന് കരുതിയിട്ടാ അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തെ കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ പോലും വരുന്ന ശ്രദ്ധിക്കണം എന്ന പോലെ റസൂൽ പറഞ്ഞത് എങ്ങനെയാണിത്? ഒരാളുടെ വിശ്വാസം തകർന്നു പോകാൻ കാരണമാകുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പോലും പാടില്ല. എത്തി നോക്കാൻ പോലും വെറുതെ അല്ലേ? ഒരു നിങ്ങളുടെ കൈ നോക്കിയാണ് എന്തൊക്കെയാണ് അറിയാലോ, വെറുതെ അറിയാൻ അത് വേണ്ട, അങ്ങനെ അറിയണ്ട. അന്ന് അറിഞ്ഞ പ്രശ്നം അറിയോ? ഈ ഇവര് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, നമുക്കറിയാം അത്യാവശ്യം മനുഷ്യന്മാരുടെ ബന്ധമുള്ള ആൾക്കാർക്ക് ഒരുവിധം ആളുകളൊക്കെ മുഖം നോക്കിയിട്ട് കുറെ കാര്യമൊക്കെ പറയാൻ കഴിയും. അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാവും. ആ ശരി അയാൾ പറഞ്ഞോണ്ട് ശരിയാതല്ല, മനസ്സിലായല്ലേ? അത് അയാൾ പറഞ്ഞോണ്ട് ശരിയാതല്ല, അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ നമ്മോട് നമ്മുടെ കൈ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഷീട്ടെടുത്തിട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഏതോ ഒരു വിഷയം അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതോടുകൂടെ എന്തായി? സംഗതി എന്തൊക്കെയാണെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ട് പറയാൻ പറ്റൂല കേട്ടോ. കുറച്ചൊക്കെ ഇല്ലാതെ കുല എന്നിടത്തേക്ക് എത്തും. അത് എന്തായി? ആള് ഖുർആനിൽ ഔട്ടായി. അപ്പൊ അതിനുള്ള അവസരം കൊടുക്കണമെന്നാണ് റസൂൽ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ? വിഗ്രഹം പാല് കുടിച്ചത് അതിന് സംഭവമാണ്. അതുപോലെ അപ്പുറത്ത് പിന്നെ വാഴക്കൊല കാണാതെ പുറത്ത് കിട്ടിയല്ലോ, അവിടെ പുത്തമ്പള്ളി പോയിട്ട് കിട്ടിയല്ലോ, മറ്റേ ജോലിസിന്റെ അടുത്ത് പോയിട്ട് സംഭവിച്ചല്ലോ എന്നൊക്കെ പറയുന്ന അവസ്ഥ എന്താണ്? പോയതോടാണ്. ഞാൻ ഈ വിഷയത്തിൽ ഇത് പറഞ്ഞ എന്താ അറിയോ? സിഹിർ ഫലിക്കുമോ ഇല്ലയോ, അതുകൊണ്ട് പ്രതിഫലനം ഉണ്ടാകുമോ ഇല്ലയോ, അതുകൊണ്ട് ഗുണമോ ദോഷമോ ഉണ്ടാകുമോ ഇല്ലയോ, രണ്ടും പറയണമെങ്കിൽ എന്ത് വേണം? അത് അറിയുന്ന ഒരാൾ വേണം, അതറിയുന്ന ഒരാൾ വേണം, അല്ലാതെ പറയാൻ കഴിയില്ല. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോ ഇന്നാള് മരണപ്പെട്ടത്, ഇന്നാള് രോഗിയായത്, അയാളുടെ മാനസികത തെറ്റിയത്, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് അത് മറ്റൊരാൾ സിഹിർ ചെയ്തത് കൊണ്ടാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അത് ഉറപ്പുവരുത്തണ്ടേ? ഉറപ്പുവരുത്താൻ ഇന്നെന്താ മാർഗമുള്ളൂ? പ്രവാചകന്മാരില്ല, പിന്നെ മാർഗം ഇതന്നെയാണ്. ഈ മാർഗം സ്വീകരിക്കുക വഴി തന്നെ അയാള് കുഫറിലെത്തി. അപ്പോ ഇന്നാൾക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്നൊരാൾ വിശ്വസിക്കുന്നു എങ്കിൽ അതോടുകൂടി സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അയാൾക്ക് ഖുർആനിലുള്ള വിശ്വാസം വട്ടത്തിലായി തന്നെയാണ്. ആലോചിക്കുക. അപ്പോ സംഗതി വളരെ ഗുരുതരമാണ്. ഇത് ഒരു നിസ്സാരമായ വിഷയമല്ല, ഗുരുതരമായ വിഷയം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ആലോചിക്കുക. ഇത് ഈ ഒരു സംഗതി നിർവഹിക്കാതെ നമുക്ക് ഇതിന്റെ പിന്നാലെ പോകാൻ കഴിയില്ല. ഇതിന്റെ പിന്നാലെ നമുക്ക് പോകാൻ കഴിയില്ല. ആ ബേസിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സിഹിർ മഹാപാപങ്ങളിൽ ഷിർക്കിന്റെ അടുത്താണ്. 2, സിഹിറിലും ഷിർക്കിന്റെ ഉപകരണങ്ങളായിരിക്കുന്ന താഗൂത്തിലും വിശ്വസിക്കുന്നു എന്നതാണ് ഒരു ജനവിഭാഗത്തെ അള്ളാഹു ശപിക്കാൻ കാരണം. 3, സിഹിറിന്റെ ഫലമുണ്ട് എന്നറിയണമെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മാർഗം ഇന്ന് സ്വീകരിച്ച മതിയാവും. അങ്ങനെ സ്വീകരിക്കുക വഴി ആ ആളുകൾ എത്തിച്ചേരുന്നത് കുഫറിലാണ്. അതോടൊപ്പം തന്നെ 4ാമത്തെ അഡീഷണൽ കാര്യം എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി രക്ഷപ്പെട്ട് സ്വയം സുരക്ഷിതമായി മാറി നിൽക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം അതൊട്ടും ചെറുതല്ല. ഒരു ഹിസാബ് പോലുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
നമ്മൾ സിഹിർ എന്ന വിഷയത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിട്ടോ. അത് ഇൻഷാ അല്ലാഹ് അടുത്ത 1-2 ക്ലാസ്സുകളിലൂടെ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം. ചോദ്യങ്ങളൊക്കെ ആവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഉത്തരങ്ങൾ തേടുമ്പോഴും അതൊരു സദുദ്ദേശം ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ ഇന്ന വീക്ഷണങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ട് എന്ന ധാരണയോടുകൂടിയായിരിക്കണം. ആ നിലക്ക് നമുക്കതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ ഭിന്ന വീക്ഷണങ്ങളിൽ ഒരു സമന്വയം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുകൂടി നമുക്കിതിന്റെ ഭാഗമായി ആലോചിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.